എന്താണ് ഇത്? ഇവൻ ഇതുവരെ റെഡിയായില്ലല്ലോ. അവന്റെ ഭാര്യ വിടുന്ന വിചാരം ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, ഓടിക്കോ 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 ഓടിക്കോ. കണ്ടില്ലേടാ അവനെ, ജീവനം കൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടില്ലേ? എന്തിനാണ് എന്നോട് പോടാൻ പറഞ്ഞത്? അത് പിന്നെ ഇന്നലത്തെ എന്റെ ഊർജ്ജമൊക്കെ ഇപ്പോഴും ഉണ്ടോന്ന് ചെക്ക് ചെയ്തല്ലേ? അതേ ഊർജ്ജം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഒന്ന് വേഗം റെഡിയാവ്, പോവാനുള്ളതാ. ഹലോ, വിക്കി മാരേജ് ബ്യൂറോ. യെസ് സ്പീക്കിംഗ്. നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞങ്ങളുടെ ഒരേ ഒരു മകളാ. അവിടെ ദയവേത് വീട്ടിൽ തിരിച്ചുകൊണ്ടാകും. തീർച്ചയായിട്ടും സാർ. പ്രിയെ മാത്രമല്ല, കൂടെ പ്രേമിനെയും കൂടി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരാം. ഓക്കെ ആണോ സാർ? എന്താ കളിയാക്ക? നീയൊക്കെ എവിടെ ഉണ്ടെങ്കിലും തേടി കണ്ടുപിടിച്ച് വെട്ടിക്കൊല്ലും ഞാൻ. മര്യാദക്ക് അവിടെ വീട്ടിൽ തിരിച്ചുകൊണ്ടാക്കിക്കോ. ഇല്ലെങ്കിൽ ഒറ്റൊരുത്തം പോലും ജീവനോടെ ബാക്കി കാണില്ല. താലി കിട്ടുന്നവൻ സാക്ഷി അങ്ങനെ ഓരോരുത്തരെയും വീട്ടിൽ കയറി വെട്ടി നിർക്കും. എന്താണ് പറഞ്ഞത്? എന്താണ് ഇത്? വെട്ടും നോക്കിയ? അയ്യോ, ദേ അവനെ വിളിക്കുന്നു. അവനും വന്നു, ഇവിടെ വന്നോ? എന്താണ് ഇതൊക്കെ? ആരും ഫോൺ എടുക്കാൻ നിൽക്കണ്ട, എല്ലാവരും സ്വിച്ച് ഓഫ് ചെയ്തേക്ക്. ആദ്യം ഞാൻ ചെയ്യാം. എടാ എന്താ കാര്യം? അവര് നമ്മുടെ ഫോണിന്റെ സിഗ്നൽ ട്രേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. തൽക്കാലം കുറച്ച് ദിവസം ഇവിടെ തന്നെ നമുക്ക് നിൽക്കാം. അതിനുള്ള കല്യാണം നടത്തിയ ആ പരിപാടി അങ്ങ് തീരും. അതും നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ മാത്രം. നീ എന്ത് പറയുന്നോ അതുപോലെ തന്നെ ചെയ്യാൻ റാം. അത് എവിടെയാണെങ്കിലും കുഴപ്പമില്ല. സൂപ്പർ. ഇന്നലെ രാത്രി നമുക്ക് ഈ ഷെൽട്ടർ കാണിച്ചു തന്ന പുണ്യവാൻ എവിടെയാടാ? ഈ കാശ് അയാൾക്ക് കൊടുത്തിട്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ. ഞാൻ റൗണ്ട് അടിച്ചിട്ട് വരാം. Sorry, carry on. അടിപൊളി വീട്. നല്ല അടിപൊളി ഡിസൈൻ. ഇന്റീരിയർ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഈ വീടിന് എന്ത് പറ്റി? ചിലയിടത്ത് പൊടി, ചിലയിടത്ത് മാറാല. ആരും വൃത്തിയാക്കുന്നില്ല. ഇങ്ങനെയാണോ വീട് സൂക്ഷിക്കേണ്ടത്? രാം, ഒരു പെണ്ണ് സ്കൂട്ടർ നന്നാക്കാനുള്ള പണത്തിന് വേണ്ടി ഒന്നും തന്നെ ആലോചിക്കാതെ എവിടേക്കാന്ന് പോലും ചോദിക്കാതെ നിന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എത്ര മോശമാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ സാഹചര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയില് നിന്നോട് പണം ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അവസ്ഥ എങ്ങനെയായിപ്പോയി. എങ്ങനെയെങ്കിലും പണം ശരിയാക്കിത്താ. ഇന്നും കൂടി നിങ്ങൾ ഇവിടെ താമസിക്കാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ എന്റെ അച്ഛനോട് എനിക്ക് ഇനിയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്തോ ചോദിച്ചപ്പോ ഇവൻ വേറെന്തോ പറയാണെന്നല്ല ആലോചിച്ചേ. ഇതേ നോക്ക് ചാരു, എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിന്നെ കണ്ട ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ എനിക്കിഷ്ടമായി. ആ നിമിഷം ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ നീ മാത്രമുള്ളൂ എന്നുള്ള തോന്നലായിരുന്നു എന്റെ മനസ്സിൽ. അതാണ് സത്യം. അതുകൊണ്ട് ചെയ്തോ അങ്ങനെ. ഇത്രയും നാളായിട്ട് നീ എൻ്റെ പുറകെ നടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ കേട്ടു. അപ്പോഴേ എനിക്കറിയായിരുന്നു ഞാൻ ക്യാഷ് തന്നാൽ നിന്റെ മനസ്സിൽ ഞാൻ നല്ലവനായി മാറുമെന്ന്. പക്ഷെ വീണ്ടും നിന്നെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കളിപ്പിച്ച. ഇത് നോക്കിച്ചാലും ഒരാളുടെ തലച്ചോറിൽ ഒരു ദിവസം 100 കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ കണ്ട ദിവസം മുതൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന 100 കാര്യങ്ങളിലും നീ മാത്രമായിരുന്നു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം സത്യം. അത് പിന്നെ പുതിയ വീടല്ലേ, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അലേർട്ട് ആണെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തതാ.
അലേർട്ട്. അയ്യോ, 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 ഞാനിപ്പോ അയ്യോ, അകത്താക്കി അയ്യോ, ആ, അടിക്കണ്ട, നിർത്താൻ. അവരുടെ കല്യാണക്കാരൻ നോക്കാണ്ട് എന്റെ വെക്കട്ട് എന്തിനാ? കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ നാണോ നോക്കിയേ? ചെല്ലടാ. പ്രിയ ആ അല്ല, എന്താ നീ ഇതുവരെ റെഡിയാവാത്ത? ആ എന്താ വീട്ടുകാരെ ഓർത്തപ്പോ വിഷമമായോ? അത് പിന്നെ അങ്ങനെയൊന്നുമില്ല ചാരു. സ്നേഹിച്ച ആളല്ലേ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നെ. പിന്നെ നീ പ്രേമിനെ ആദ്യമായിട്ട് എവിടെ വെച്ചാ മീറ്റ് ചെയ്യുന്ന? 1 വർഷത്തിന് മുമ്പേ FB-യിലാ മീറ്റ് ചെയ്തത്. എല്ലാ ദിവസവും എന്നോട് ചാറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്കറിയില്ലായിരുന്നു എന്നേക്കാ കൂടുതൽ നേരം അവൻ ഫോണിലായിരിക്കും സ്പെൻഡ് ചെയ്യാന്ന്. ഡോണ്ട് വറി, നിങ്ങളായിരിക്കും ഈ ലോകത്തിലെ ബെസ്റ്റ് കപ്പിൾസ്. ശരി, ദാ സാരി. വേഗം റെഡി അതല്ല. വേഗം. നീ റാമു എവിടെയാ കണ്ടുമുട്ടിയത്? അതൊക്കെ ഒരു വലിയ കഥയാ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ഇപ്പൊ റെഡിയാവ്. വരൂ വരൂ, വേഗം. നാണിച്ചേക്ക മതി, മുഹൂർത്തത്തിന് സമയമായി. വേഗം ഇവിടെ നിക്ക്. നിങ്ങൾ തമ്മിൽ നോക്കാതെ അങ്ങോട്ട് നോക്കി നിക്ക്. ദാ, താലി. Congratulations. All the best. Congrats, മച്ചാ. ഏയ്, എന്താണത്? ഫ്രണ്ട്സ് വരേണ്ട സ്ഥലം അതല്ല, ഇതാ. അതാണ്. റാം, നിന്നോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലടാ. ഇത്രയും നാളും കൂടെ ആരുമില്ല എന്നുള്ള ചിന്തയായിരുന്നു. ഇപ്പൊ നിങ്ങളുണ്ടല്ലോ, എനിക്കിനി വേറെ എന്താ വേണ്ടേ? എന്താടാ ഈശ്വരൻ നിങ്ങളുടെ രൂപത്തിൽ വന്ന് എനിക്ക് പുതിയൊരു ജീവിതം തന്നിരിക്കുക. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെയും കൂടി കരയിക്കല്ലേ. ഞങ്ങളുടെ അടുത്ത് നിന്റെ ഇമോഷണൽ സെന്റിമെന്റൽ ഡ്രാമയൊന്നും വേണ്ട. എൻജോയ്. Come on, dra, let's celebrate. Come on. Come on. Yeah. Da. പോയി ആ സ്വീറ്റ്സ് എടുത്തിട്ടോ, ചെല്ല്. ഏയ്, ഇങ്ങനെയാണോ ഇടുന്നത്? പിന്നെങ്ങനെയാ? എങ്ങനെ? ഏയ്, ഇപ്പൊ നോക്കേണ്ടത് സീരിയസ് ആയിട്ടല്ല, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട്. ഒന്ന് മിണ്ടാതിരിക്കോ? മിണ്ടാതിരിക്കാം. ഏയ്, എന്താ നീ ചെയ്യുന്നത്? എന്തിനാ വാതിലടിക്കുന്നത്? ലോക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാ, പക്ഷെ നിക്കുന്നില്ല. തുറക്ക്. ചെക്ക് ചെയ്തോണ്ടിരിക്കുക. വേണ്ട, തുറക്ക്. മര്യാദയ്ക്ക് കഥക് തുറക്കുന്നുണ്ടോ? ഇത്രയും ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ ലോക്ക് ആയതുപോലെ തന്നെയാ. ദേ, മര്യാദയ്ക്ക് മാറി അങ്ങോട്ട്. സെറ്റായി.